നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ എന്താണ് എന്റെ ബിസിനസ് എന്ന്? അന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. ഇനിയും എന്നോട് പറയാതിരിക്കാൻ മനസ്സ് വരുന്നില്ല. എന്നായാലും നീ അറിയേണ്ടതല്ലേ, ഇതാണ് എന്റെ ബിസിനസ്. ലോകമെമ്പാടുമുള്ള പുരുഷന്മാരുടെ സിരകളിൽ ഉഷ്ണക്കാറ്റ് വിതയ്ക്കുന്ന ബിസിനസ്. മേക്കിംഗ്. ഞാൻ ഈ നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട് വർഷങ്ങളേറെയായി. ഇനിയൊരിക്കലും മോചനമില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ മറച്ചു വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് അനിയത്തിനെ വിശ്വസിച്ചു പോയെന്നൊരൊറ്റ തെറ്റല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി. എങ്ങനെയും സ്വന്തമാക്കണമെന്ന് വാശിയായി. എന്റെ പ്രൊഫഷൻ നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് അറിയാമായിരുന്നുകൊണ്ട് അത് മറച്ചു വെച്ചു. ഇപ്പോ നീ എന്റെ ഭാര്യയാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മറകൾ പാടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ എല്ലാം തുറന്നു പറയുന്നു. നിന്റെ ഭർത്താവ് ഒരു ജോലി ചെയ്തു എന്ന് കൂട്ടിയാൽ മതി. തൊഴിൽ വേറെ, കുടുംബം വേറെ. നിനക്കൊരു കുറവും വരാതെ ഞാൻ നോക്കും. നമ്മുടെ മക്കളെയും പ്രസവിച്ച് നല്ലൊരു കുടുംബിനിയായി നിനക്കവിടെ കഴിയാം. ഇങ്ങനൊരു വൃത്തികെട്ടവന്റെ ഭാര്യയായി ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. അതിന്റെ ആവശ്യമില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോന്നു? ഞാൻ എന്റെ ഏട്ടന്റെ അടുത്തേക്ക് പോവാ. നിങ്ങളുടെ മുഖം കൂടി ഞാൻ പിച്ചു ചെയ്തു. ഇനി ഒരു പെണ്ണും നിങ്ങളുടെ വലയിൽ വീഴാൻ പാടില്ല. ഞാനതിന് അനുവദിക്കില്ല. ചിരിക്കണ്ട, നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. നിങ്ങളെ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ അതിനു വേണ്ടി മാറ്റിവെക്കും. ഭ്രാന്ത് പിടിച്ച നിന്റെ ഈ ജൽപ്പനങ്ങൾ കേട്ട് ചിരിക്കാതെ ഞാൻ എന്താ ചെയ്യാ? ഇവിടെ നിന്ന് ഇറങ്ങിയാലല്ലേ നിനക്ക് എന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കൂ. അതുണ്ടാവില്ല. ഇന്നു മുതൽ നിനക്കിവിടെ തടവാണ്. കാറ്റും വെളിച്ചവും മാത്രം കടന്നു വരുന്ന ഈ ബംഗ്ലാവിൽ എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയ ഈ മുറിയിൽ നിന്റെ മനസ്സ് മാറി എന്ന് നീ എന്നിലേക്ക് മടങ്ങി വരുന്നു അതുവരെ ജീവപര്യന്തം കഠിന തടം.